ഏ താഴെ താഴെ മുകളിലുണ്ടായിരുന്നില്ല പൊടിച്ചോ മുഖം ഇത് മുറിച്ചാടാ ആ ഇത് ടെറസിലുണ്ടായതല്ലേ കംപ്ലീറ്റ് ആ വിഷമൊന്നും അടിച്ചില്ലല്ലോ അല്ലേ ആ ജൈവവളം വെച്ചിട്ട് കുറേ ഉണ്ടല്ലോ അത്യാവശ്യമുണ്ട് 4 കിലോ പച്ചക്കറി ഉണ്ട് 4 കിലോ പച്ചക്കറി ജൈവമാണെങ്കിൽ പാവയ്ക്കൊക്കെ ഇച്ചിരി ചെറുതാണെന്ന് തോന്നുള്ളൂ അല്ലേ വേറെ കുഴപ്പമില്ല വിഷമൊന്നുമില്ലല്ലോ ഫ്രഷ് സാധനം കടിച്ചിപ്പാണെങ്കിൽ അത്രയും പ്ലാസ്റ്റിക് കവറിട്ടല്ല ഒട്ടും പൊടിയില്ലാത്ത ഫ്രഷ് സാധനം വെണ്ടയ്ക്ക അതുപോലെ തന്നെ വെണ്ടയ്ക്കൊക്കെ വല്ല വലുതായി വലുതായിട്ടുണ്ടെന്ന് എല്ലാവർക്കും ചെയ്യാവുന്നുള്ളൂ ശരിക്കല്ലേ വീട്ടില് ടെറസിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കുട്ടികൾക്ക് ചെയ്യാവുന്നുള്ളൂ കുട്ടികൾക്ക് ചെയ്യാവുന്നുള്ളൂ ഈസി ആയിട്ട് മണിക്കൂർ ഒരു ദിവസം 1 മണിക്കൂർ നനയ്ക്കാൻ വേണം 100 അപ്പം നനയ്ക്കാൻ വേണം എന്തായാലും 1 മണിക്കൂർ വേണം പിന്നെ ട്രിപ്പ് വയ്ക്കണം മനസ്സിലായി ഒരു രസം ഉണ്ടായി ഒക്കെ വേണം
വലിപ്പം നല്ല സൈസാണ്. പാവൽ അത് ഇത്തിരി നമ്മളേതായാലും കളഞ്ഞിട്ട് വേറെ വെക്കാം. ഇനി അടുത്ത ആഴ്ച ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞാണ്. ലാസ്റ്റ് വിളവെടുപ്പാണ്. 3 ലാസ്റ്റ് വിളവെടുപ്പാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി ലൈറ്റില്ല കണ്ടു. അമ്മ ഈ വഴുതിനിങ്ങ എങ്ങനെ കറി വെച്ചെന്ന് പറഞ്ഞ നീ ഒരു ദിവസം പറഞ്ഞില്ലേ അവിടെ ചെന്ന് മൂക്കനെടുത്ത വഴുതിനിങ്ങ പുളിയും കറി അപ്പൊ അത് ചോദിച്ചു വരാൻ പറഞ്ഞില്ലേ ഞാൻ നിപ്പള് നിപ്പള് അങ്ങനെയൊക്കെ ചെയ്യും. പച്ചക്കറി കൊണ്ട് പല ഉണ്ടാകും. തൊപ്പി വെച്ചാൽ ഇന്ന് പാവയ്ക്ക വെച്ചിട്ട് അവർക്ക് വലിയ ഇഷ്ടമായി. 2-3 പാവയ്ക്ക ഉണ്ടായുള്ളൂ. കുറച്ചാൾ മുമ്പ് വെറുതെ പച്ചളം പോലെ ഇരിക്കുന്നു. ഇത്ര കൊഴുപ്പൊക്കെ അടിച്ചിട്ട് അത്യാവശ്യം നല്ല ഉണ്ട്. മധുരണ്ടായിരുന്നു. പണ്ട് കഴിച്ചൊരു പിന്നെ 5-6 പുളി വാളംപുളി ഇട്ടത്. കൊടംപുളിയുടെ അറിഞ്ഞാൻ വാളംപുളി വരുന്നത്. ഞാൻ നോക്കിയപ്പോ കൊടംപുളി ഒരു ചവപ്പണം ആർക്കും വേണ്ടേ അപ്പൊ ചോദിക്കില്ല. വീട്ടിലുണ്ടായ പച്ചക്കറി 4.5 കിലോ. Thanks for watching. Okay.